പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ തൊഴിലില്ലായ്മ എന്നെല്ലാവരും പറയുന്നു. അതിനെക്കുറിച്ച് ഭയങ്കര ലഹളമാണ്. വൈറ്റ് കോളറ്, ബ്ലൂ കോളറ്, ഗ്രേ കോളറ്, അങ്ങനെ ഡിഫറെൻറ്റ് കോളർ ജോബുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ജോലിയില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൽ ജോലി സാധ്യത ഇല്ലാഞ്ഞിട്ടാണോ അന്യ സംസ്ഥാന തൊഴിലാളികളും അന്യ രാജ്യ തൊഴിലാളികളും ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറി വന്ന എത്രയോ ആളുകളും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാൾ മീൻസ് കൽക്കട്ടയിൽ നിന്നും വന്ന ആളുകളൊക്കെ കണ്ടമാനം കേരളത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങളാണുള്ളത്. തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അവർ കൂലിപ്പണി ചെയ്യുന്ന, മേസ്ത്രിപ്പണി ചെയ്യുന്ന എല്ലാ മേഖലകളിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിൽ സാധ്യത ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ അവരുടെ കൂലി മേസ്ത്രിമാർക്ക് 1500 ഫുഡും കൂലിക്കാർക്ക് 1300 ഫുഡും ഒന്നും. അപ്പോൾ ഈ പൈസ മൊത്തം ഇവർ ഈ പണി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ, കേരളത്തിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ മൊത്തം കേരളത്തിലോട്ട് വരുന്നില്ല. അതിൽ അവർ ഡെയിലി ഒരു 100 രൂപ ചിലവഴിക്കുമായിരിക്കും പൊട്ടറ്റോയ്ക്കും എന്തെങ്കിലും മീൻ മേടിക്കുന്നതിനും വേണ്ടി, റവ മേടിക്കുന്നതിനും, മൈദയ്ക്കും വേണ്ടി മാത്രം. ബാക്കി മൊത്തം പൈസ അവരുടെ നാട്ടിലോട്ടാണ് അവർ വിടുന്നത്. ആഴ്ചയിൽ അവരങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് പൈസ. അപ്പം കേരളത്തിൻ്റെ എക്കോണമിയെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? കേരളത്തിൻ്റെ ഖജനാവിന് ആ പൈസ വരുന്നില്ല. കേരളത്തിലെ പൈസ അപ്പോൾ ഔട്ട്ഫ്ലോ ആണ്, ഇൻഫ്ലോ ഇല്ല. വിദേശത്തെ രാജ്യത്ത് പോയി നമ്മുടെ കേരളത്തിൽ ഉള്ള ചെറുപ്പക്കാർ പണിയെടുക്കുന്ന കാശ് മാത്രം നമുക്കുള്ള വരുമാനമാണ്. പിന്നെ ലോട്ടറിയും കള്ള് കച്ചവടത്തിൽ കൂടെയുള്ള വരുമാനമല്ലാതെ നമ്മുടെ നാട്ടിലെ പണം മുഴുവനും വെളി സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. അതിന് തടയിടേണ്ടതല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും തൊഴിലാളികൾ നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ സ്റ്റേറ്റിൽ, ചെറിയ സ്റ്റേറ്റിൽ പണി ചെയ്യുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയും പേര് പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൈസ മുഴുവനും ഡെയിലി ഇവർ കളക്ട് ചെയ്യുന്ന പൈസ മൊത്തം വാരം ആഴ്ചയിൽ ഇത് അവരുടെ സ്റ്റേറ്റിലോട്ട് വിടുവാണ്. അപ്പം ഇത് കേരളത്തിലെ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങിയാൽ, കേരളത്തിലെ ചെറുപ്പക്കാർ ജോലി ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ടിറങ്ങിയാൽ ഈ പണം മുഴുവനും നമ്മുടെ സ്റ്റേറ്റിൽ കിട്ടേണ്ട പണമാണ്. അതിന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ജോലി വേണം, PSC, കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്, ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഏതാണ്, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്, ദേശീയ ഗീതം അതാണ്, ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നഴ്സറിയിലും LKGയിലും പഠിക്കുന്ന കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് PSC പരീക്ഷയ്ക്ക് ഇട്ടിട്ട് അത് പാസ്സായിട്ട് അവർക്ക് ജോലി വേണം. പിന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ, സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലും കുറേ പേര് ജോലി കയറി. പിന്നെ സർവീസിലിരിക്കെ മരണപ്പെട്ടവരുടെ ആ കേസിലും ജോലി കയറി. പിന്നെ അല്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പിൻവാതിൽ നിയമനത്തിൽ കൂടെ കയറുന്നവരൊക്കെ അല്ലാതെ ഈ സർവീസിലൊക്കെ ഇരിക്കുന്നവർ പോലും നല്ല ഏബിളുള്ള ആളുകളല്ല. നല്ല സർവീസിൽ പൊസിഷനിലിരിക്കുന്നവർക്ക് പോലും എത്രത്തോളം നോളജ് ഉണ്ട്, അതുപോലെ തന്നെ അവരെന്ത് സർവീസാണ് ഈ ജനങ്ങൾക്ക് ചെയ്യുന്നത് അതും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ വൈറ്റ് കോളർ കസേരയിലിരുന്ന് പേന പിടിച്ചുകൊണ്ട ജോലി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മെൻറ്റാലിറ്റി നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. എത്രയോ ജോലി സാധ്യതയാണ്. മേസ്ത്രി പണി, എത്ര ജോലിക്ക് ചെയ്യാൻ ആളില്ലായിരിക്കുന്നു. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, AC മെക്കാനിക്ക്, എന്തെല്ലാം തരത്തിൽ, ടൈൽ വർക്കേഴ്സ്, ടൈലിൻ്റെ പണി ചെയ്യുന്നവർ, അങ്ങനെ എന്തെല്ലാം പണി ചെയ്യുന്ന ആളുകളെയാണ് കേരളത്തിന് ആവശ്യം. കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളില്ലാതെ കഷ്ടപ്പെടുന്നു. കേരളത്തിൽ പണി ചെയ്യുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട, സ്പെഷ്യലായിട്ട് പറയുന്നു, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ പണി ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്യുന്നു. 1000 രൂപ കിട്ടിയാൽ 600 രൂപയ്ക്ക് കള്ള് മേടിക്കുന്നു, 700 രൂപയ്ക്ക് സ്റ്റഫ് മേടിക്കുന്നു, 800 രൂപ അവിടെ തന്നെ കളഞ്ഞ് ബാക്കി പൈസ വീട്ടിൽ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ സിഗരറ്റും വിരിക്കും കഞ്ചാവിനും വേണ്ടി വേണം. അങ്ങനെ ചെറുപ്പക്കാർ തന്നെ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് യാതൊരു ഏണിങ്സും ഇല്ലാതെ അവരുടെ ചെറുപ്പകാലം അവരിങ്ങനെ അന്യാധീനപ്പെട്ട് കളഞ്ഞ് അനാവശ്യ കാര്യങ്ങൾക്ക് ചെറുപ്പകാലം ചെലവഴിച്ച് ഒരു സേവിങ്സും ഇല്ലാതെ അവരുടെ വാർദ്ധക്യ കാലം എത്തുമ്പോൾ അവർ തെരുവുകൾ തോറും, വീതികൾ തോറും, റോഡ് തോറും പിച്ചെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ഹിന്ദു സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ തെളിക്കുന്ന. നമ്മുടെ കുടുംബങ്ങളിൽ വരെ ഉണ്ട്.
ചെറുപ്പകാലം ആരോഗ്യമുള്ള സമയത്ത് ഇതുപോലെ ജോലി ചെയ്തു കിട്ടുന്ന കാശിന് കള്ളമടിച്ച് കഞ്ചാവ് അടിച്ച് ഹോട്ടലിലെ ഫുഡും തിന്ന് നടന്ന് ലാസ്റ്റ് ഈ 60 വയസ്സ് 50 വയസ്സ് കഴിയുന്നതുകൊണ്ട് പൊങ്ങാൻ വയ്യാത്ത അവസ്ഥയായി, ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി തെണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട യുവാക്കളുടെ ഒരവസ്ഥ. അവർ പ്രായമാകുമ്പോഴുള്ള അവസ്ഥ. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഏതിലും നമ്മൾ കണക്കുണ്ടതിന് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ നോക്ക്. ഈ റോഡ് നീളെ വൈകുന്നേരം സമയങ്ങളിലെല്ലാം ഭയങ്കര പ്രായമായി റോഡ് നീളെ അങ്ങോട്ട് വീട്ട് നടക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടുന്നതുമൊക്കെ ഏറ്റവും കൂടുതൽ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന് നോക്കുക. അതേസമയം മുസ്ലിം സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ പെട്ട ചെറുപ്പക്കാർ അവരുടെ ചെറുപ്പകാലം നല്ല രീതിയിൽ അവർ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വീടും വെച്ച് നല്ല നല്ല വീടുകളും പണിത് വീട്ടുകാരെ നോക്കി കുടുംബക്കാരെ നോക്കി ബാക്കിയുള്ള പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റും ചെയ്ത് അവരുടെ വാർദ്ധക്യ ജീവിതം സുഖകരമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അവർ കാറും എടുത്ത് നല്ല AC റൂമിനകത്ത് നല്ല രീതിയിൽ തന്നെ നല്ല ഫുഡ് കഴിച്ച് അവരുടെ ചെറുപ്പകാലം അവർ നല്ല രീതിയിൽ തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്. അവരാസ്വദിച്ച് അവരുടെ വാർദ്ധക്യകാലം അവർ ആസ്വദിച്ച് ജീവിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദു കാറ്റഗറിയിൽപ്പെട്ട എല്ലാം 90% ആളുകൾ നമുക്ക് ഉദാഹരണം തന്നെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഓരോ വീടും ഒന്ന് കണക്ക് ചെയ്ത് നോക്കൂ. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ വെള്ളമടിച്ച് കിട്ടുന്ന പൈസ മുഴുവനും വെള്ളമടിച്ച് കഞ്ചാവ് അടിച്ച് റോഡ് നീളെ വഴക്ക് വിട്ട് തല്ലിനും പോയി അടിപിടിക്കും കൂടി നടക്കുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ജനങ്ങളാണ്. ഒരു ഏകോപനമില്ല. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെ നിയന്ത്രിക്കുന്നതിനോ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നതിനോ ഒരു ക്ഷേത്രങ്ങളിലും അല്ലെ യാതൊരുവിധ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്കില്ല. ഹിന്ദു സമുദായത്തിൽ അതില്ല. ഇപ്പോൾ ഹിന്ദു സ്ത്രീകളെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുണ്ട്, ഏകോപനമായിട്ടുണ്ട്. അവർ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥനയും പൂജ അന്നദാനവും ഒക്കെ ആയിട്ട് അവരൊക്കെ അതിലൊരു ഏകോപനം വന്നിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്കതില്ല. അത് ഹിന്ദു സമുദായത്തിലാണ് വളരെ തെറ്റായ വളരെ ദുരവസ്ഥയിലോട്ട് കടന്നു പോകുന്ന രീതിയാണ്. ചെറുപ്പകാലം മുഴുവനും നശിപ്പിച്ച് കളഞ്ഞ് വാർദ്ധക്യകാലം മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നമ്മൾ പൊതുമേ കാണുന്നത്. അത് നിർത്തണമെങ്കിൽ ഓരോ ഹിന്ദുക്കളും അതിന് ആലോചിച്ച് തന്നെ മുന്നോട്ട് നീങ്ങി അവരുടെ ചെറുപ്പകാലം നല്ല രീതിയിൽ തന്നെ ഒരു സേവിങ് ഉണ്ടാക്കി നല്ല രീതിയിൽ ബാങ്ക് ഡിപ്പോസിറ്റും ആക്കി കഷ്ടപ്പെട്ട് പണിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയതിന് ശേഷം അവരുടെ വാർദ്ധക്യകാലം നല്ല രീതിയിൽ ജീവിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നമ്മുടെ ചുറ്റും നമ്മളെങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റും നമ്മുടെ കുടുംബങ്ങളിൽ മാത്രം നോക്കിയാൽ മതി. എൻ്റെ കുടുംബത്തിൽ തന്നെ ഉദാഹരണങ്ങളുണ്ട്. അതെന്ത് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. അത് മാറേണ്ട ഒരു രീതി ആ കാലം മാറിയിരിക്കുന്നു. അത് ആ തെറ്റായ ഒരു നടപടിയിലോട്ട് പോകാതെ നല്ലൊരു ജീവിതം ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു രീതി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമുദായത്തിലുള്ള സമുദായ നേതാക്കന്മാരോ നമുക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട അറിവും വിദ്യാഭ്യാസമുള്ളവർ ഒരു നേർവഴിക്ക് നടത്താനുള്ളൊരു രീതി തുടങ്ങിയാൽ ഏറ്റവും നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നന്ദി, നമസ്കാരം.